ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ December 1 വിഷ്ണുമായൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ വോയിസ് കൊടുത്തായിരുന്നു കേട്ടോ, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ട്, ഇറിറ്റേഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഡ്രസ്സ് എടുക്കാൻ പോകും. എല്ലാ വർഷവും എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും ഡ്രസ്സ് എടുത്ത് തരാറുള്ളത്. അപ്പം നമ്മൾ തന്നെ പോയിട്ട് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഇറങ്ങുന്നത്. അപ്പം കായംകുളത്തോട്ട് പോകാമെന്ന് കരുതുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മൾ രണ്ടുപേരും ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ, ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ ഉച്ചയ്ക്ക് സമയമാണ് നോക്കി ഇറങ്ങി. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് അവിടെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അകത്ത് കയറി പോവാണ്. അപ്പം നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു വൈറ്റ് കുർത്തി പോലത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വൈറ്റ് ചൂസ് ചെയ്തതാണ്. പക്ഷെ അങ്ങോട്ട് സെറ്റായില്ല ഒന്നും. കുറേ നോക്കി നമ്മൾ അതിലിപ്പം ആദ്യം കണ്ടൊക്കെ ഓഫ് വൈറ്റ് ആയതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അതെ, അവിടെ കുറേ കളക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടമായില്ല. ഡിസ്പ്ലേ ചെയ്തേക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇട്ട് നോക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് വാങ്ങിക്കാനല്ലായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ മുകളിലെത്തി. മുകളിൽ താഴത്തേക്കാളും കളക്ഷൻ മുകളിലുണ്ട്. അതെ, അവിടെ നമുക്ക് കുറേ നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു തീം അധികം ഇല്ലായിരുന്നു. ഈ വൈറ്റ് കൊള്ളായിരുന്നു, ഒരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ തോന്നിയില്ല, എടുത്തില്ല. എടുക്കണ്ടെന്ന് വിചാരിച്ചു. കണ്ടോ, അവിടെ നല്ല രസമുണ്ട്, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ എന്തോ അതെ ഇട്ടപ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നി, കംഫോർട്ട് ഇല്ലായിരുന്നല്ലേ. അതെ അതെ. അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു ഒന്ന് വേറെയൊക്കെ എടുത്തിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതാണ് വൈറ്റ് പറഞ്ഞത്. ഇത് അത്ര രസം ഉണ്ടായിരുന്നില്ല. കൊള്ളാം, പക്ഷെ ഞാൻ ഇട്ടേന്റെ ആയിരിക്കും. അങ്ങനെ ഇതൊരു ഭംഗി അതിനില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ നോക്കുന്നുണ്ട്. നല്ലൊരു കോട്ട് സെറ്റ് ഉണ്ട് കേട്ടോ, അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കോട്ട് സെറ്റ് നല്ലതായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ, അതുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു ഫുഡ് കഴിക്കാനെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഒന്നും കിട്ടിയില്ല, ഫുഡ് കഴിക്കാൻ നമ്മളൊരു ബിരിയാണിയിൽ കയറി. അപ്പോൾ അവിടുന്ന് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബിരിയാണി നമ്മൾ വാങ്ങിയിട്ട് രണ്ടുപേരും കൂടെ കഴിക്കുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും കഴിക്കാൻ പറ്റില്ല. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് ഇല എടുക്കണമെന്ന്. അതിപ്പോൾ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇലയൊക്കെ എടുക്കണേ. അതെ, അപ്പം നല്ലതായിരുന്നു. ഒരെണ്ണത്തിൽ ഫുള്ള് റൈസും ചിക്കനും ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ബുട്ടിക്കിലൂടെ കയറി. അതിൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു, പക്ഷെ അവിടെ അങ്ങോട്ടൊന്നും സെറ്റായില്ല. അതെ, നമ്മൾ ഉദ്ദേശിച്ച സാധനം എവിടെയും കിട്ടിയില്ല. പിന്നെ ഒരു സംഭാരമൊക്കെ കുടിച്ചിട്ട് അടുത്ത നമ്മളൊരു ഫാൻസിയിലോട്ട് കയറുകയാണ്. അപ്പം ഫാൻസി കയറിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയോ പറയുവാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്, പക്ഷേ ഇറിറ്റേഷൻ കൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണേ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൻ്റെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഷോപ്പിൽ പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫാൻസി കയറി. നല്ല കളക്ഷനുണ്ട് ഇവിടെ, നമുക്ക് വേണ്ട സാധനമൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നെയിൽ പോളിഷ് വെറൈറ്റി ആയിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ കുറേ കമ്മൽ മേക്കല്ലേ നോക്കണേ, അതൊക്കെ കുറേ നോക്കി എടുത്തായിരുന്നു. കുറേയൊക്കെ കുറേയൊക്കെ എടുത്ത് നമ്മൾ പിന്നെ എന്നിട്ട് ഇനിയും പ്രത്യേകിച്ച് അവിടുന്ന് ഒന്നും ഇല്ല നമുക്ക് വാങ്ങിക്കാൻ. നമ്മുടെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഇറങ്ങുക. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഒന്നാമത് വെയിലായിട്ട് ടാൻ അടിക്കാതിരിക്കാൻ. മഴയത്തൊക്കെ ജാക്കറ്റ് തണുപ്പത്തൊക്കെ ഇടുന്ന ഇട്ടിട്ടുണ്ട്, വെയിലത്ത് ഇട്ടുകൊണ്ട് കിടക്കുന്ന ജീവി. നമ്മളിനി അടുത്തത് വേറൊരു ഷോപ്പ് കയറി. അവിടെയും നമ്മളെല്ലാം വൈറ്റാണ് കേട്ടോ നോക്കുന്നത്, പക്ഷെ അവിടെയും വേറെ കടയിൽ കണ്ട സെയിം പോലത്തെയാണ്, പക്ഷെ അത് സെറ്റായില്ല അങ്ങോട്ട്. നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് അതും എടുത്തില്ല. ഇത് പക്ഷെ മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് എടുത്തു. വൈറ്റ് സ്കേർട്ട് നല്ലതായിരുന്നു, കൊച്ചിന് ചേരുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒത്തിരി ഷോപ്പിലൊന്നും പോയി എടുക്കുന്നതിനോട് താല്പര്യമൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്തോണ്ട് വന്നേനെ. സത്യം. പിന്നെ നമ്മൾ മനസ്സിന് പിടിച്ച വേണമല്ലോ എടുക്കാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ഓച്ചിറയിൽ ഒരു കടയിൽ നിന്ന് നമുക്ക് സെറ്റായി. നമ്മൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് അത് കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമായിരുന്നു. ഇത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അതെ, പിന്നെ നമ്മൾ അങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇനി ഇറങ്ങി. നമുക്ക് ചെരുപ്പ് കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഷെയർ കൂടെ ചെയ്തോളൂ. ബൈ.